Welcome back to Bosco Campus Vision. This is the 24th lecture of Digital Marketing, topic E-Payment System. First of all, discuss what is E-Payment System. E-Payment System or electronic payment is a financial exchange that takes place online between buyers and sellers. The content of this exchange is usually some form of digital financial instruments that is backed by a bank or an intermediary or by a legal tender. We all are familiar with the word e-payment, or it is the most accepted form of payment in this modern world. അതായത് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഇ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഓൺലൈൻ വഴി ബയേഴ്സും സെല്ലേഴ്സും ഒരു ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച് നടത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫിസിക്കൽ ഫോമിലല്ലാതെ ഓൺലൈൻ വഴി ഏത് പേയ്മെൻറ്റ് നടത്തിയാലും അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയാം. അതിൽ ബാങ്ക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിനൊരു ഇൻ്റർമീഡിയറ്ററി ഇൻവോൾവ്മെൻറ്റ് വളരെ വലുതായിരിക്കും. അതായത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എൻക്രിപ്റ്റഡ് ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പറോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ചെക്ക് വഴി അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാഷ് വഴിയോ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഈ പേയ്മെൻറ്റ് സിസ്റ്റം ഈസ് എ ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച് ദാറ്റ് ടേക്സ് പ്ലേസ് ഓൺലൈൻ ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. The content of this exchange is usually some form of digital finance such as encrypted credit card numbers, electronic checks or digital cash that is backed by a bank or an intermediary or by a legal tender. Also, e-payment system is a way of making transactions or paying for goods and services through an electronic medium without the use of check or cash. It's also called an electronic payment system or online payment system. അതായത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സർവീസുകൾ ക്യാഷായിട്ടോ അല്ലെങ്കിൽ ചെക്കായിട്ടോ അല്ലാതെ ഓൺലൈനിലായി ക്യാഷ് കൈമാറുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഒട്ടുമിക്ക ആളുകളും ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റത്തെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം ഒരു അത്യാവശ്യ ഫാക്ടറായി മാറിയിരിക്കുന്നു. മിക്കവരും യൂസ് ചെയ്യുന്ന പേയ്മെൻറ്റ് മെത്തേഡ്സ് ആണ് പേപാൽ, ഗൂഗിൾ പേ, ഫോൺ പേ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴിയൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പേയ്മെൻറ്റ്സ് നടത്തുന്നത്. ഓൾസോ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഹ്യൂമൻ ലൈഫ്. സം ആപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം ആർ ബാങ്കിങ്, റീറ്റെയിൽ, എൻ്റർടൈൻമെൻറ്റ്, ഗവൺമെൻറ് സെക്ടർ, ഹെൽത്ത് ആൻഡ് ഓൺലൈൻ ഷോപ്പിംഗ്. The emerging electronic payment technology is known as electronic fund transfer. Also, electronic payment system is a system to transfer money over the internet. Electronic payment system is a system which helps the customer or user to make online payment for their shopping. These are the simple definitions of e-payment system. First one is to transfer money over the internet. Second one is electronic payment system is a system which helps the customer or user to make online payment for their shopping. Some applications of electronic payment system or EPS are banking, retail, entertainment, government sector, health and online shopping. Next, we are going to what are the importance of e-payment system. The importance of e-payment system is increasing because of a number of factors such as, first one, e-commerce transactions are increasing tremendously all over the world and hence e-payment system has gained importance. അതായത് ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് ഡേ ബൈ ഡേ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ പേയ്മെൻറ്റ് സിസ്റ്റത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. ഇ കൊമേഴ്സിലൂടെ എന്തെങ്കിലും പേയ്മെൻറ്റ്സ് ഒക്കെ നടത്താനുണ്ടെങ്കിൽ ഏതെങ്കിലും പേയ്മെൻറ്റ് സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ആൾക്കാർ എന്ത് ചെയ്യുന്നത്? അതായത് യൂസേഴ്സ് എന്ത് ചെയ്യുന്നത്? അത് ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ പേയ്മെൻറ്റ് സിസ്റ്റത്തിന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയാം.
അതായത് യൂസേഴ്സ് ഏതെങ്കിലും സൈറ്റിൽ കയറി ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ടായിരിക്കും അവർ ആ ക്യാഷ് എന്ത് ചെയ്യുന്നത്, പേ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം, ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് ആർ ഇൻക്രീസിങ് ട്രെമൻഡസ്ലി ഓൾ ഓവർ ദ വേൾഡ് ആൻഡ് ഹെൻസ് ഇ-പേയ്മെൻറ്റ് സിസ്റ്റം ഹാസ് ഗെയിൻഡ് ഇമ്പോർട്ടൻസ്. Second one is, the seller is able to receive payment from any part of the world within a few minutes. അതായത് ഈ ലോകത്തിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും ഒരു സെല്ലർ അയാളുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുകയാണെങ്കിൽ വിത്തിൻ എ ഫ്യൂ മിനിറ്റ്സ് കൊണ്ട് തന്നെ അയാൾക്ക് ആ പേയ്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, റിസീവ് ചെയ്യാൻ പറ്റും. ഒരു ബെസ്റ്റ് ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ. അതായത് ദ സെല്ലർ ഈസ് ഏബിൾ ടു റിസീവ് പേയ്മെൻറ്റ് ഫ്രം എനി പാർട്ട് ഓഫ് ദ വേൾഡ് വിത്തിൻ എ ഫ്യൂ മിനിറ്റ്സ്. Next advantage is, e-payment is convenient both to the merchant and the customer. അതായത് ഈ ഇ-പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ്, മെർച്ചൻറ്റിനാണെങ്കിലും കസ്റ്റമർക്കാണെങ്കിലും ഒരുപോലെ കൺവീനിയൻറ്റ് മെത്തേഡാണ് എന്തെന്ന് പറയുന്നത് ഇ-പേയ്മെൻറ്റ് സിസ്റ്റം. അതായത് മെർച്ചൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് ഈസി ആയിട്ട് റിസീവ് ചെയ്യാൻ പറ്റുന്നു. കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഈസി ആയിട്ട് അയാൾക്ക് എന്ത് ചെയ്യുന്നു, ആ പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നു. First importance is, the e-commerce transactions are increasing tremendously all over the world and hence a payment system has gained importance. Second, the seller is able to receive payment from any part of the world within a few minutes. Third one, e-payment system is convenient both to the merchant and customer. Next importance is, reaching more clients from all over the world which results in more sales. അതായത് നമ്മുടെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇ-കൊമേഴ്സ് സൈറ്റിലെ കസ്റ്റമർ എന്ന് പറയുന്നത് വേൾഡിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റുന്നു. അതായത് ഒരുപാട് യൂസേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, യൂസേഴ്സിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, എത്തിക്കാൻ പറ്റും. വിച്ച് റിസൾട്ട്സ് ഇൻ മോർ സെയിൽസ്. അങ്ങനെ എത്തിക്കുന്നത് കൊണ്ട് സെയിൽസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. അതാ പറഞ്ഞേക്കുന്നത്, റീച്ചിങ് മോർ ക്ലയൻറ്റ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് വിച്ച് റിസൾട്ട്സ് ഇൻ മോർ സെയിൽസ്. അതായത് ഒരുപാട് ആൾക്കാർ കാണുന്നതിലൂടെ ഒരുപാട് സെയിൽസ് എന്ത് ചെയ്യാൻ പറ്റും, നടത്താൻ പറ്റുന്നു. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഈസ്, ടുഡേ it is easy to add payments to a website, so even a non-technical person may implement it in minutes and start processing online payments. അതായത് ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊന്നും അറിയാത്ത, അതായത് ഈ വെബ്സൈറ്റ് ഒന്ന് ഹാൻഡിൽ ചെയ്യാത്ത ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും എന്താണ്, വിത്തിൻ എ മിനിറ്റ്സ് കൊണ്ട് തന്നെ അയാൾക്ക് ഈ പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നു. അതായത് ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. അതായത് ഒരുപാട് നോളജോ അല്ലെങ്കിൽ വേറെ അതിൻ്റെ ബാക്ക് വശങ്ങളോ ഒന്നും അറിയേണ്ട കാര്യമില്ല. സിമ്പിൾ ഒരു ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് ഈ പേയ്മെൻറ്റ് മെത്തേഡ് നടത്താൻ സാധിക്കുന്നു. പറഞ്ഞേക്കുന്നത്, ഈവൻ എ നോൺ ടെക്നിക്കൽ പേഴ്സൺ മേ ഇംപ്ലിമെൻറ്റ് ഇറ്റ് ഇൻ മിനിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട് പ്രോസസ്സിങ് ഓൺലൈൻ പേയ്മെൻറ്റ്സ്. നെക്സ്റ്റ് വൺ ഈസ്, ലോവർ ട്രാൻസാക്ഷൻ ഫീ ഓർ കോസ്റ്റ് ഫോർ ഇ പേയ്മെൻറ്റ്. അതായത് ട്രാൻസാക്ഷൻ, എന്തെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ ഉള്ള ഫീ എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ ചെറുതായിരിക്കും. ഈ പേയ്മെൻറ്റ് മെത്തേഡ് വഴിയാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്തുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പേയ്മെൻറ്റുകൾ നടത്തുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ്, എക്സ്പെൻസസ് കൺട്രോൾ ഫോർ കസ്റ്റമേഴ്സ് ആസ് ദേ ക്യാൻ ഓൾവേസ് ചെക്ക് ദ വിർച്വൽ അക്കൗണ്ട് വെയർ they can find the transaction history. അതായത് കസ്റ്റമേഴ്സിൻ്റെ ചിലവ് ചുരുക്കാൻ സഹായിക്കുന്നു. എങ്ങനെയായിരിക്കും, അയാളുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, അതായത് നേരത്തെ എന്തൊക്കെ രീതിയിലാണ് അദ്ദേഹം ക്യാഷ് ചിലവാക്കിയെന്നുള്ള പ്രീവിയസ് ഹിസ്റ്ററി അയാൾക്ക് അക്കൗണ്ടിൽ എന്ത് ചെയ്യാൻ പറ്റും, വ്യൂ ചെയ്യാൻ പറ്റുന്നു. അതാണ് പറഞ്ഞേക്കുന്നത്, എക്സ്പെൻസസ് കൺട്രോൾ ഫോർ കസ്റ്റമേഴ്സ് ആസ് ദേ ക്യാൻ ഓൾവേസ് ചെക്ക് ദെയർ വിർച്വൽ അക്കൗണ്ട് വെയർ ദേ ക്യാൻ ഫൈൻഡ് ദ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി. എവിടേക്കാണ് അയാൾ ക്യാഷ് ചിലവാക്കിയെന്നുള്ള ഹിസ്റ്ററി അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പം റീച്ചിങ് മോർ ക്ലയൻറ്റ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് വിച്ച് റിസൾട്ട്സ് ഇൻ മോർ സെയിൽസ്. ടുഡേ ഇറ്റ് ഈസ് ഈസി ടു ആഡ് പേയ്മെൻറ്റ്സ് ടു എ വെബ്സൈറ്റ്, സോ ഈവൻ എ നോൺ ടെക്നിക്കൽ പേഴ്സൺ മേ ഇംപ്ലിമെൻറ്റ് ഇറ്റ് ഇൻ മിനിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട് പ്രോസസ്സിങ് ഓൺലൈൻ പേയ്മെൻറ്റ്സ്.
lower transaction fee or cost for e-payment, expenses control for customers as they can always check their virtual account where they can find the transaction history. These are the major importance of e-payment system. In this lecture, definition of electronic payment system and what are the importance of electronic payment system or EPS. Today's assignment question is what is e-payment system and what are the importance of e-payment system. First question, what is e-payment system, and then what are the importance of e-payment system.